അതിൽ പ്രധാനമായിട്ടും ഉള്ളത്, ആദ്യം ഞാൻ കേരളത്തിലെ ജനങ്ങളെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ദയവായി ശ്രദ്ധാപൂർവം കേൾക്കണം. ശ്രദ്ധാപൂർവം കേൾക്കണം. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ മനസ്സും കാതും നിങ്ങളുടെ ബ്രെയിനും ഓപ്പൺ ചെയ്തിട്ട് വേണം ഇത് പറയാൻ, കേൾക്കാൻ. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതും വളച്ചൊടിക്കപ്പെടുകയാണ്. അതിൽ പ്രധാനമായിട്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പിണറായി ഗവൺമെൻറ്റിൻ്റെ മോശപ്പെട്ട പ്രവർത്തികളെയും പിണറായിസത്തെയും കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗത്തെ RSS വൽക്കരണവും മലപ്പുറം ജില്ലയിൽ ആ പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വേട്ട ഉൾപ്പെടെയുള്ള വിഷയങ്ങളും വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. മാമി കേസായാലും മറ്റുള്ള കേസുകളായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ശശിയും അജിത് കുമാർ എടുക്കുന്ന നിലപാടുകൾ അത്യന്തം ഹീനമാണെന്നും മറ്റു താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ്റിൻ്റെയും CPM എന്ന് പറയുന്ന പാർട്ടിയുടെയും അടിസ്ഥാനപരമായ തത്വങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണെന്നും കേരളത്തിലെ പാവപ്പെട്ട സഖാക്കൾക്ക് പാർട്ടിയുടെ LC സെക്രട്ടറിക്ക്, ഏരിയ സെക്രട്ടറി തുടങ്ങി മുഴുവൻ ആളുകൾക്കും പോലീസ് സ്റ്റേഷനിൽ മുണ്ടിട്ട് കയറേണ്ട അവസ്ഥയാണെന്നും കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ഭരണമാണെന്നും സഖാക്കൾക്കും ജനങ്ങൾക്കും നീതി ലഭിക്കുന്നില്ല എന്നും ഇതിൻ്റെ പിന്നിൽ കേരളത്തിലെ ഒരു വിഭാഗം IPS, IAS, IFS, IRS ഉദ്യോഗസ്ഥരാണെന്നും ഇവരെ നിലക്ക് നിർത്തി തൊഴിലാളി പാർട്ടിയായി ജനങ്ങൾ അധികാരത്തിലെത്തിയ ഈ സർക്കാർ തിരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ആ നിലപാടിൽ നിന്ന് ഈ നിമിഷം വരെ ഞാൻ മാറിയിട്ടില്ല. ആ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവിടെ വന നിയമ ഭേദഗതി ബില്ല്, നിങ്ങൾ കേൾക്കണം, എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങളോടും എൻ്റെ നിലമ്പൂരിലെ മലയോര ജനങ്ങളോടുമാണ്. ഇവിടെ ഒരു പുതിയ ബില്ല് കൊണ്ടുവന്നു, അമെൻമെൻറ്റ് കൊണ്ടുവരിക. ഒരാളും അറിഞ്ഞിട്ടില്ല, ഒരു പ്രതിപക്ഷവും അറിഞ്ഞിട്ടില്ല. ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിലാക്കുന്ന ബില്ലായിരുന്നു അത്. അമെൻമെൻറ്റാണ്. സാധാരണ അത്തരത്തിലുള്ള ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരുമ്പോൾ അത് പത്രത്തിൽ പരസ്യം ചെയ്യണം, വില്ലേജ് ഓഫീസുകളിലും പഞ്ചായത്ത് ഓഫീസിലും ഫോറസ്റ്റ് ഓഫീസിലും ആളുകളുടെ അഭിപ്രായം തേടാനുള്ള സംവിധാനമുണ്ടാക്കണം. ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്ത് പൊതുജനത്തിൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ടാണ് അത്തരത്തിലുള്ളൊരു അമെൻമെൻറ്റിൽ കൊണ്ടുവരിക. പക്ഷേ ഇരുട്ടിൻ്റെ മറവിൽ ഗസറ്റിലെ ഒരു 4 വരിയിൽ ഒതുക്കി ഒരാൾക്ക് പോലും ഭൂതക്കണ്ണാടി വെച്ച് നോക്കാൻ കഴിയാത്ത വിധം ആ ഗസറ്റിൽ മാത്രം പബ്ലിഷ് ചെയ്തുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൽ ഉച്ചയ്ക്ക് നിങ്ങൾക്കറിയാം MLA മാർ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളൊക്കെ പോവും. അപ്പോൾ ചിലപ്പോൾ അവിടെ ഇത്രയും 90 ചില്ലാനം MLA മാർ ഈ ഭാഗത്തുണ്ട്, അപ്പുറത്ത് 40 ആളാണ് ഉള്ളത്. ആ ബില്ലിൽ ഈ പറയുന്ന ആളുകളിൽ 50% പോലും ഉച്ചഭക്ഷണ സമയത്ത് ഉണ്ടാവാറില്ല. ഈ ബില്ലൊരു വലിയ സംവിധാനം, ഒരു ചർച്ചയായിരുന്നെങ്കിൽ എല്ലാവരും കാത്തു നിൽക്കും. പക്ഷേ അതിനെ മൂടി വെച്ചുകൊണ്ട് വളരെ രഹസ്യമായി നിയമസഭ പാസ്സാക്കിയെടുക്കാനുള്ള നീക്കമായിരുന്നു ഈ ഗവൺമെൻറ് ചെയ്യാൻ പോയിരുന്നത്. ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഈ ഗസറ്റ് പബ്ലിഷ് ചെയ്യുന്ന പ്രസ്സിൻ്റെ അകത്ത് ഒരു നല്ല മനുഷ്യൻ, ഒരു മലയോര കർഷകനുണ്ടായതുകൊണ്ട് അദ്ദേഹമാണ് എന്നെ വിളിച്ച് പറയുന്നത്, ഇങ്ങനെ ഒരു ബില്ല് വരാൻ പോകുന്നുണ്ട്, ഒരാളും അത് അറിഞ്ഞിട്ടില്ല, ഈ രീതിയിലാണ് അത് വരാൻ പോകുന്നത്. അങ്ങനെ ഞാനാണ് ആ വിഷയം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നത്. അതിനു വേണ്ടിയിട്ടായിരുന്നു അന്ന് വയനാട് സമരം നടത്തിയത്. ആ സമരം നടത്തിക്കൊണ്ടാണ് നിലമ്പൂരിൽ വരികയും മണി എന്ന് പറയുന്ന ആദിവാസി സുഹൃത്ത് ആ ദിവസം തന്നെ ആന ചവിട്ടിക്കൊല്ലുകയും ചെയ്തത്.